സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിന്ന് സംസാരിക്കുന്നത് AI കുറിച്ചാണ്. നിർമ്മിത ബുദ്ധിയെന്നോ കൃത്രിമ ബുദ്ധിയെന്നോ ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഒരുപാട് സന്ദേഹങ്ങൾ, സംശയങ്ങൾ ഒക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വ്യാപകമാകുന്നതോടെ തൊഴിൽ നഷ്ടമുണ്ടാകാനുള്ളൊരു സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഇത് വ്യക്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോർത്താനുള്ളൊരു സാധ്യത ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, വളരെ ആഴത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാനുള്ളൊരു സാധ്യത, അങ്ങനെ ഉപയോഗിച്ചാലുള്ള അപകടം, ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്നിത് ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാര്യം, CPIMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് മുൻ മുഖ്യമന്ത്രിയും CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന EK നായനാർ സംസാരിക്കുന്ന ഒരു വീഡിയോ AI ഉപയോഗിച്ചുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് CPIM തയ്യാറാക്കുകയും അവരതിൻ്റെ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നിർമ്മിച്ചതാണ് ഈ വീഡിയോ എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ വീഡിയോ അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഉപയോഗം, CPIM ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടി ഈ വീഡിയോ തയ്യാറാക്കുന്നത് സംബന്ധിച്ച് അതിൽ CPIMൻ്റെ നിലപാടെന്താണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അവരുടെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ രേഖയിൽ പരാമർശിക്കുന്നതുമായി ഇത് ചേർന്ന് പോകുന്നുണ്ടോ തുടങ്ങിയ ചർച്ചകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് നമ്മളിതേക്കുറിച്ച് സംസാരിക്കുന്നത്. രാമപ്രസാദ് എന്ത് തോന്നുന്നു? ഇപ്പം CPIM ആ പ്രചാരണ വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ടല്ല ഇത്തരം വീഡിയോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് ഉപയോഗിച്ചിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റ് ചെയ്ത വീഡിയോസ് കഴിഞ്ഞ നിയമസഭാ ഹരിയാനയിലും മഹാരാഷ്ട്രയിലൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്ന കാഴ്ചകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേരളത്തിൽ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായത് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊഴിൽ നഷ്ടം ഉണ്ടാവും. തൊഴിൽ നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങൽ ശേഷി, ആളുകളുടെ വാങ്ങൽ ശേഷി വലിയ തോതിൽ കുറയും. അവരുടെ വലിയ തോതിലുള്ള വൈരുദ്ധ്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ കൂടുതൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സോഷ്യലിസത്തിലായിരിക്കും അത് ചെന്നെത്തുക എന്ന് താത്വികമായി വിശദീകരിക്കുന്നത് നമ്മൾ കിട്ടും. അതോടുകൂടിയാണ് ഇത് കൂടുതൽ ചർച്ച ചെയ്തത്. അതിൻ്റെ തൊട്ട് പുറകെയാണ് ഇപ്പോൾ ഈ വീഡിയോ വരുന്നത്. CPIMൻ്റെ പാർട്ടി കോൺഗ്രസ്സിന് ചർച്ച ചെയ്യാനുള്ള രേഖയിലാകട്ടെ ഇത് തൊഴിൽ നഷ്ടം ഉണ്ടാക്കാനുള്ള സാധ്യത, ആളുകളുടെ വ്യക്തിവിവരങ്ങൾ ചോർത്താനുള്ള സാധ്യത, അങ്ങനെയുള്ള സാധ്യതകളെക്കുറിച്ചൊക്കെ ചൂണ്ടി. അപ്പോൾ ഈ വീഡിയോ വന്നതിനെ എങ്ങനെയാണ് രാമപ്രസാദ് കാണുന്നത്? അല്ല, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇന്ന് EK നായരുടെ വീഡിയോ രാവിലെ തന്നെ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അപ്പോൾ അത് നമ്മളെല്ലാം അതിൻ്റെ അകത്തൊരു കൗതുകത്തിൻ്റെ എലമെൻ്റ് ഉണ്ട്. കാര്യം അങ്ങനെ EK നായർ പോലെ കേരളത്തിൽ വളരെ പോപ്പുലറായിരുന്നൊരു നേതാവിൻ്റെ അതിൽ ഹ്യൂമറൊന്നും ഇല്ലാതെ തമാശ, കുറച്ച് ഹ്യൂമറൊക്കെ ചെറുക്കെ ആഡ് ചെയ്യേണ്ടതായിരുന്നു. ഹ്യൂമറൊന്നും ഇല്ലാതെ വളരെ പക്ഷേ സംസാരം തിരിഞ്ഞു നോക്കുന്നൊരു ഇതുണ്ട്. നായനാരുടെ പൊതുവിലും കാണാമല്ലോ, പ്രസംഗിക്കും സ്റ്റേജിൻ്റെ സ്റ്റേജിലേക്ക് നോക്കും. അതിൽ വളരെ ആലോചിച്ച സാധനമാണ്. അതിനെ സ്വസ്ഥമായി ചിരിയൊന്നും അതിൻ്റെ അകത്തില്ലെങ്കിലും അങ്ങനെ. പക്ഷേ ഒരു കൗതുകമുണ്ട്. പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിച്ചിട്ടുണ്ടെങ്കിൽ ചിരി മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാധാരണ നിലയ്ക്ക് നമ്മൾ കേട്ട് പഴകിയ ചില പ്രയോഗങ്ങളൊന്നും അതിനകത്തില്ല. ഇല്ല അങ്ങനെയല്ല. പിന്നെ തമാശകൾ പറയുന്ന രീതിയുണ്ട് അതിൻ്റെ അകത്ത്, അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് പറയുന്നത്. ഈ വടക്കൻ പ്രയോഗങ്ങളുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ എനിക്ക് തോന്നിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പിന്നീട് തോന്നിയ കാര്യം, അതായത് ഇത് ബന്ധപ്പെട്ട CPIM നിലപാടിനൊപ്പം തന്നെ ഡീഫേക്ക് വീഡിയോ, രാജീവ് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇത് നിർമ്മിതമാണെന്ന് അവർ പറയുന്നത്, നമ്മൾ കാണാതിരിക്കേണ്ട ആവശ്യം. പക്ഷേ ഇത്തരം വ്യാജ വീഡിയോസ് നമുക്ക് പലതും, ഇപ്പോൾ രശ്മിക മന്ദാനയെ ബന്ധപ്പെട്ട് കുറച്ച് കാലം മുമ്പ് ഒരു വ്യാജ വീഡിയോ ഇറങ്ങി. അങ്ങനെ ഒരുപാട് ഡീഫേക്ക് വീഡിയോസ് വ്യാപകമായി പ്രചരിക്കുന്ന കാലമാണ്. അപ്പോൾ ആ വ്യാപകമായി പ്രചരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന സൈബർ ഫ്രോഡിന് വേണ്ടിയാണ് ഡീഫേക്ക് വീഡിയോകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം ഇതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഡീഫേക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ആൾക്കാർ പണം തട്ടുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ ഇതിലും ശബ്ദത്തിൽ സംസാരിക്കുന്നു, അതുപോലെ തന്നെ ഇമേജായിട്ട് വീഡിയോ ആയിട്ട് സംസാരിക്കുന്നത് വ്യാപകമാണ്. അപ്പോൾ ഇത് വലിയ അഡ്വാൻസ് ചെയ്തൊരു ടെക്നോളജിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് പലതിലും ഇതിൽ പരിചയസമ്പന്നരായ ആൾക്കാർ കൂടുതൽ വിദഗ്ധമായി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഡീഫേക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനെ വേറെ നീതീകരിക്കുന്ന സ്വഭാവത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ CPIM പോലൊരു പ്രസ്ഥാനം, ഇതിനോട് വളരെ ക്രിട്ടിക്കലായി കാണുന്ന ഒരു പ്രസ്ഥാനം വലദോഷം ചെയ്യുന്ന പോലെ ഇത്തരം ടെക്നോളജികൾ എങ്ങനെ സാമൂഹികമായിട്ട് ഒരു വിപത്ത് സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ബാധ്യതപ്പെട്ടതും അങ്ങനെ സംസാരിക്കും, അതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്നൊരു പാർട്ടി ഈ ഡീഫേക്ക് ഒരു കൗതുകം ഉണ്ട് അതിൻ്റെ അകത്ത്, എല്ലാവരല്ല. ആ കൗതുകത്തിനപ്പുറം ഇത്തരം ഡീഫേക്ക് വീഡിയോസ് വ്യാപകമായ ഇലക്ഷൻ ഉപയോഗിക്കപ്പെടുന്നു, തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു, പ്രചരണത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. ഇത് മാത്രം തന്നെ ഡീഫേക്ക് വളരെ വളരെ പ്രതിലോമകരമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുണ്ട്. അവർ രാഷ്ട്രീയ പാർട്ടികളെ പരാജയപ്പെടുത്താനും ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം ആശങ്ക നിലനിൽക്കുന്ന സമയത്ത് വേറൊരു ഇതിൻ്റെ ഉപയോഗം
രണ്ടാവട്ടം ആലോചിക്കാതെ ഒരു കൗതുകത്തിൻ്റെ പേരിൽ കാര്യം ആൾക്കാരെ ആകർഷിക്കാൻ CPM കേരള സംസ്ഥാനം നടത്താൻ ഈ ഡീഫേക്ക് വീഡിയോസിൻ്റെ ആകർഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ പക്ഷേ ഒരു കൗതുകം ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. ഈ അടുത്ത കാലത്ത് രാജാരവിവർമ്മയുടെ ചിത്രമൊക്കെ ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ചെയ്യുന്നു ഡീഫേക്ക്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇവിടെ രാഷ്ട്രീയമായിട്ട് ഡീഫേക്ക് സൈബർ ഫ്രോഡുകൾക്കും പണം തട്ടാൻ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇത്തരം ആലോചന ആവശ്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന കാര്യം നാളെ കേരളത്തിലെ ബഹുമാനയുടെ മുഖ്യമന്ത്രിയുടെ വീഡിയോയും ആൾക്കാർക്ക് നിർമ്മിക്കാം. ഈ പണം തട്ടിയതിന് ശേഷമാണ് ഇതൊക്കെ നമുക്ക് തെറ്റാണെന്നൊക്കെ നാളെ കണ്ടുപിടിക്കാം. അപ്പോൾ ഇതുപോലെ വീഡിയോ ഉപയോഗിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രശ്നം മനസ്സിലാക്കാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്കും ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കും ബാധ്യതയുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രാജീവ് പറഞ്ഞ പോലെ ബന്ധപ്പെട്ട് ഒരു വിമർശനാത്മക സമീപനമാണ് CPMൻ്റെ. നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വേണ്ടാതെന്നും എന്തായാലും കേരളത്തിൽ മുഖ്യമന്ത്രിയായി ബിരുദനായിട്ട് സമീപനം മുഖ്യമന്ത്രിക്കില്ല. ബന്ധപ്പെട്ട സംരംഭത്വത്തിനും അതുപോലെ ബന്ധപ്പെട്ടുള്ള പുതിയ അനയസത്തിനും മാത്രമല്ല ബഡ്ജറ്റിലും ബന്ധപ്പെട്ട ഗവേഷണങ്ങൾക്കെല്ലാം പണം മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ യോട് നിഷേധാത്മക സമീപനമല്ല, പക്ഷേ യെക്കുറിച്ച് വിമർശനാത്മക സമീപനം വേണമെന്നാണ് CPMൻ്റെ നിലപാട്. അതാണ് അവരുടെ രേഖയിലും പറയുന്നത്. ഗോവിന്ദ മാഷും ഈ 2 വട്ടം അത് തിരുത്തി പറയാൻ നയപരമായിട്ട് ഗോവിന്ദ മാഷ് ആദ്യം പറഞ്ഞത് പിന്നീട് മാറ്റി പറഞ്ഞ തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഈ വന്നാൽ അത് സൃഷ്ടിക്കാൻ പോകുന്ന തരത്തിലുള്ള നമ്മുടെ തൊഴിലുകളിൽ സംഭവിക്കാൻ പോകുന്ന വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ. കാര്യം പല തൊഴിലുകളും ഇല്ലാതാക്കുന്ന ഒരു ആശങ്ക ഓൾറെഡി അത് MV ഗോവിന്ദ മാഷും CPM അല്ല, ഹരാരിയെ പോലുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ പറയുന്നുണ്ട്. എന്നാൽ നല്ല വ്യത്യസ്തമായിട്ടുള്ള ആരോപണങ്ങൾ ആൾക്കാരുണ്ട്, വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ തീർച്ചയായും അങ്ങനെയല്ല വരിക എന്നുള്ളത്. പക്ഷേ എന്തായാലും CPM ഒരു ഇടതുപക്ഷ പാർട്ടിയാണ്. ഇടതുപക്ഷ പാർട്ടിയുടെ ഒരു പാർട്ടി ലൈൻ അനുസരിച്ചിട്ട് എത്ര വിമർശിച്ചാലും അതിന് നിലവിലുള്ള തൊഴിൽ സംവിധാനം എങ്ങനെയാണ്, തൊഴിലാളികളെ എങ്ങനെ ബാധിക്കും എന്ന് പറയാൻ ബാധ്യതയുണ്ട്. അപ്പോൾ പ്രവചനാത്മക രീതിയിൽ 30 കൊല്ലങ്ങൾക്ക് ശേഷം എന്താണെന്ന് പറയുന്നത് ആർക്കും സാധിക്കില്ല, അതൊക്കെ തെറ്റാ കാര്യം. പക്ഷേ CPM ഇന്നത്തെ തൊഴിൽ അന്തരീക്ഷത്തിൽ ഇന്നത്തെ നമ്മുടെ ലേബർ ഫോഴ്സിനെ എങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ ലേബർ പവറിനെ എങ്ങനെ ബാധിക്കും, ഹ്യൂമൻ ലേബർ പവറിനെ എങ്ങനെ ബാധിക്കുന്ന ആലോചിക്കാൻ ബാധ്യതയെക്കുറിച്ച് വിമർശനം. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, ഇത് വ്യാപകമായി സൈബർ ഫ്രോഡിന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ യെക്കുറിച്ച് നമ്മൾ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴും നമ്മൾ പ്രായോഗിക ജീവിതത്തിൽ മുഴുവൻ തെറ്റായി ഇങ്ങനത്തെ വ്യാജമായ പ്രവർത്തനം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം എനിക്ക് തോന്നുന്നു ഈ ഡീഫേക്ക് വീഡിയോ കാണാൻ. എന്തായാലും ഡീഫേക്ക് ആണ് വീഡിയോ, ഇതിന് നമ്മൾ ഡീഫേക്ക് തന്നെ വിളിക്കുന്നത്, മറ്റൊരു പേര് അതിനില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എന്താണ് ഡീഫേക്ക് വീഡിയോ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് ആ സമയം. പക്ഷേ അതിൽ വേറൊരു കാര്യം ഞാനത് ഇപ്പം രശ്മി ഗോവന്താനയുടെ കാര്യം പറഞ്ഞു, അതുപോലെ വേറെ 1-2 പേരുടെ ഇതേപോലത്തെ വീഡിയോകൾ പുറത്തേക്ക് വരികയും അത് കേസാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ഉപയോഗിക്കപ്പെടാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അതായത് തട്ടിപ്പിന് ഉപയോഗിക്കാം, ആളുകളെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിക്കാം, അവരുടെ സ്വകാര്യതയെ ലംഘിക്കാൻ ഉപയോഗിക്കാം, അവരെ ഏത് വിധത്തിലും അത് ഉപയോഗിക്കാനുള്ളൊരു സാധ്യത അവിടെയുണ്ട്. ആ സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ചില കേസുകളിലെങ്കിലും പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത് ഉപയോഗിക്കുകയും ഇത് കുറെ കൂടെ ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. കെ നായനാരെന്ന് പറയുന്നത് കേരളത്തിലെ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ലീഡറാണ്. അദ്ദേഹം മരിച്ചുപോയി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്ന് സംസാരിക്കില്ല എന്നുള്ള ഓരോ എല്ലാ മനുഷ്യർക്കും അറിയാം. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നതായിട്ടൊരു വീഡിയോ വരുമ്പോൾ ഇതെന്താണ് എന്ന് സ്വാഭാവികമായിട്ടും അദ്ദേഹം സംസാരിക്കുന്ന കൊല്ലത്തെ CPM സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ചാണ്. പിണറായി വിജയൻ്റെ 2ാം സർക്കാർ വന്നു എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ ഇതറിയാത്ത ആളുകൾക്ക് പോലും പഠിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കാനുള്ളൊരു സാധ്യത തുറന്നിടാന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ അതിൽ? അങ്ങനെ ഉണ്ടായിരിക്കും. പക്ഷേ അത് തന്നെയായിരിക്കും CPM ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. സൈബർ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള എന്തായാലും കൗതുകം, ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുക. കാര്യം കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന വളരെ പോപ്പുലർ ലീഡർ, എല്ലാവർക്കും അറിയാം കേരളത്തിൽ മരിച്ചുപോയ ലീഡറാണെന്ന്, അത് വളരെ യശസ്വനായ ലീഡറാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇപ്പോൾ കേന്ദ്രം ഒരു ഹ്യൂമർ പറയുന്നതിൽ ഒരു കൗതുകമുണ്ട്, അത് തന്നെയായിരിക്കും ഉദ്ദേശം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും രാജീവിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതിനൊക്കെ ഇങ്ങനെ സാധ്യത. ഇപ്പോൾ നമ്മൾ ഈ സൈബർ ഫ്രോഡിനെ കുറിച്ച് അത്യാവശ്യം മൊബൈൽ ഉപയോഗിക്കുന്നവർക്കാരൊക്കെ മനസ്സിലാക്കിയിട്ടും നമ്മളിതിൽ ആരാണ് ഈ സൈബർ ഫ്രോഡിൽ പെടുന്നത്? വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ്. അതിന് താരത്തട്ടുള്ള ആൾക്കാരൊന്നുമല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആൾക്കാരൊന്നുമല്ല. ഈ മാധ്യമം നന്നായി ഉപയോഗിക്കുന്നവരും അല്ലെങ്കിൽ സോഷ്യൽ മേഖലയിലൊക്കെ നല്ല ഞാൻ പേര് പറയേണ്ട ആവശ്യം, നമുക്ക് എത്ര ആൾക്കാരെ ഈ അടുത്ത കാലത്ത് പെട്ട ആൾക്കാരാണ്, വളരെ അറിവും ബന്ധങ്ങളുള്ള ആൾക്കാരാണ്. അവർക്ക് ഒരു വെറുതെ ഫോൺ വിളിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം, ഉന്നതമായ ബന്ധങ്ങളുള്ള ആൾക്കാർ പോലും ഇതിൽ പെട്ടുപോവാണ്. മ്യൂസിക് ഡയറക്ടേഴ്സ്, അതായത് പുതിയ ഇലക്ട്രോണിക് മ്യൂസിക് ഉപയോഗിക്കുന്ന ആൾക്കാർ വരും ഇതിൽ പേടിച്ച് ഭയപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കണം എല്ലാവരും ഒരേ നിലയ്ക്ക് ഒരു കോൺടാക്റ്റിനകത്ത് മനസ്സിലാക്കണമെന്നില്ല.
അപ്പോൾ പിന്നെ ഇലക്ഷൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇത്തരം ഡീഫേക്ക് വീഡിയോസ് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കപ്പെടാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് CPM ആലോചിക്കേണ്ടതുണ്ട്. കാരണം CPM സംബന്ധിച്ചോളം ഇതിലേക്ക് വലിയ തോതിൽ ഇതിൻ്റെ അകത്ത് CPM ഒരുപാട് പുതിയ ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നുണ്ടാകും. പക്ഷേ ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനൊന്നും CPM സാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ചെയ്യാൻ സാധിക്കുന്ന കേരളത്തിൽ ഇന്ത്യയിൽ ഭരിക്കുന്ന CPM BJP പോലെ പാർട്ടിക്കാർക്ക് ഇവരെങ്ങനെയാണ് ഡീഫേക്ക് വീഡിയോസ് ഉപയോഗിക്കുന്നത് നമുക്ക് അറിയും ചെയ്യാം. ഉപയോഗിച്ചിട്ടുണ്ട്, ഇനി ഉപയോഗിക്കും. അത്തരം കാര്യങ്ങൾ പിന്നെ നാളെ വിമർശിക്കാൻ വേണ്ട സ്ഥിതിയിലേക്ക് എത്തും ചെയ്യും. അതിനെക്കുറിച്ച് കാര്യം നിങ്ങൾ ചെയ്ത കാര്യം ഞങ്ങൾ ആവർത്തിക്കുന്നു പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണയോട് കൂടി വേണം വരാൻ. പക്ഷെ ഒപ്പം തന്നെ രാജീവ് പറഞ്ഞ കാര്യമുണ്ട്, വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിലും തുടർന്ന് തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പഴയ നേതാക്കൾ നമ്മോട് സംസാരിക്കാൻ പോവാണ്. കാര്യം അത് സംശയമില്ല, അതൊരു ക്യാമ്പയിൻ സ്ട്രാറ്റജി ആയിട്ട് വരാൻ പോവാണ്. അത് കെ കരുണാകരൻ നാളെ വീഡിയോ വരും, കെ നായരുടെ വീഡിയോ വരും, AKGയുടെ വരും, EMSൻ്റെ വരും, അതുപോലെ BJP സംഘം വാജ്പേയിയുടെയും ഒക്കെ തുടങ്ങുന്ന പഴയ നേതാക്കളുടെയൊക്കെ വീഡിയോ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിർമ്മിക്കാൻ പറ്റുന്ന സാധ്യത നിലക്ക്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ നമ്മൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കണം. പക്ഷേ ഒപ്പം തന്നെ ഈ ഡീഫേക്ക് വീഡിയോസ് അല്ലാത്ത രീതിയിൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ അല്ല, ഇങ്ങനൊരു പ്രചരണത്തിന് CPM തീരുമാനിക്കുന്നതിന് മുമ്പ്, അതായത് ഇപ്പോൾ അത് അവരുടെ പാർട്ടി സമ്മേളനമാണ്, ഒരു പക്ഷേ ഇത് പാർട്ടി പ്രവർത്തകർക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത് തയ്യാറാക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുമ്പിലും അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാവും. പക്ഷേ ഇതിങ്ങനെ തയ്യാറാക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് എത്രത്തോളം അവെയറാണ് കേരള സൊസൈറ്റി, നമ്മൾ ഇതിനെക്കുറിച്ച് എത്രത്തോളം അവെയർനെസ് കേരള സൊസൈറ്റിക്ക് കൊടുത്തിട്ടുണ്ട്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ സ്വീകരിക്കാൻ പാകത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ടോ? ഇത്തരം ഒരു ആലോചന നടത്തേണ്ടതല്ലേ സത്യം പറഞ്ഞാൽ? തീർച്ചയായിട്ടും ആലോചന നടത്തേണ്ടതാണ്. കാര്യം അങ്ങനെ ആലോചിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം CPM കേരളത്തിൽ പ്രധാനപ്പെട്ട പാർട്ടിയെ ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തം ഇത് ഒപ്പം തന്നെ രാജീവ് പറഞ്ഞ ശരിയാണ്. ഇത് ജനങ്ങൾക്ക് വന്ന CPMൻ്റെ തന്നെ അനുഭാവികൾക്കും കേഡർമാർക്കും എത്രത്തോളം ഈ ഉപയോഗം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ പ്രശ്നമൊക്കെ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഗൗരവമായ ആലോചന CPM നടത്തിയ കാര്യം അവരുടെ ഇപ്പോൾ CPMൻ്റെ രേഖയിൽ വന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിഷയം സമ്മേളനങ്ങളിൽ ആ നിലയിൽ സംസാരിച്ചു. ഒരു തവണ പ്രതിരോധത്തിലായി, പിന്നീട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തായാലും CPM ആലോചിക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലോചിക്കുന്നുണ്ട്, നമ്മൾ ഒരു യാഥാർത്ഥ്യം നമ്മൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ ആലോചിക്കുമ്പോൾ തന്നെ ഏതൊക്കെ തരത്തിലാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നതിനെക്കുറിച്ചുള്ള പ്രത്യേകം ഇത് ഇതാണ്. എക്ക് പല ഡൈമെൻഷൻസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധിമുട്ടൊക്കെ പല ഡൈമെൻഷനുണ്ട്. അതിപ്പോൾ നമ്മൾ ആരോഗ്യ മേഖല ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ജനറേറ്റീവ് AI എന്ന് വിളിക്കുന്ന സാധനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. റോബോട്ടിക്സിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ജനറേറ്റീവ് പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള എന്താ പറയുക സാധ്യതകളും അതേസമയം തന്നെ അതിൻ്റെ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അത് എല്ലാവരും പറയുന്നത് ലോകം അംഗീകരിക്കുന്നതാണ്. സാം ഓൾട്ട്മാൻ തന്നെ വന്ന് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് തന്നെ പറയുന്നു, ഇതാണ് സൂക്ഷിക്കണം, ഇത് അപകടമാണെന്ന്. പല നിയന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നു, ഉപയോഗിക്കുന്ന ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കണം, ഒരു കൺവെൻഷൻ യൂറോപ്പിലെ കൺവെൻഷൻ ആരംഭിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഇത്ര വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സംസ്ഥാനം നിർത്തുന്ന, പക്ഷേ സാധാരണ ജനങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്ക് തന്നെ ഇത് അറിയുമോ എന്നുള്ള കാര്യത്തിൽ ഇതില്ല. നമ്മളിപ്പോൾ നയനാരുടെ ഒരു വീഡിയോ കണ്ട് കൗതുകം വരും. നാളെ ഏതൊക്കെ തരത്തിലുള്ള വീഡിയോകളാണ് ഇനി വരാൻ പോകുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് പറയാം, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടു, കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീഡിയോ. അപ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ ആൾക്കാർ കൂവാണ്. അപ്പോൾ എനിക്കൊരാൾ അയച്ചു തന്നു വീഡിയോ. ഇത് നമുക്കത് ഡീഫേക്ക് വീഡിയോ ആയിരിക്കാം, നമുക്കത് റിയലാണ് ഡീഫേക്കാന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതേ സമയം ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ കേരള സംസ്ഥാന മുഖ്യമന്ത്രി പാർക്ക് നിർമ്മിക്കാൻ മുഖ്യമന്ത്രി സംസാരിക്കുന്നു ഒരു സ്ഥലത്ത്. അവിടെ ആൾക്കാർ കൂന്നു, കസാര എടുത്ത് വലിച്ചെറിയുന്നൊക്കെ സംഭവമൊക്കെ ഉപയോഗിച്ചിട്ട് മുഖ്യമന്ത്രി ഏതെങ്കിലും പഴയ വിഷയങ്ങളൊക്കെ ചേർത്തൊരു ഡീഫേക്ക് വീഡിയോ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇത് ഉപയോഗിക്കാം, ഇത് പല സോഴ്സുകളിൽ നിന്ന് വരാം. അവസാനം സൈബർ ഫ്രോഡൊക്കെ ആണെങ്കിലും അന്വേഷിച്ച് എവിടെയൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് തിരിച്ചാവാം, പ്രതിപക്ഷത്തെക്കുറിച്ചാവാം, അല്ലെങ്കിൽ ആരെക്കുറിച്ച് വേണമെങ്കിലും ആവാം. അപ്പോൾ ഇത്തരം ഡീഫേക്ക് വീഡിയോസ് ഉണ്ടാക്കുന്ന സാധ്യതയുണ്ട്. ആ സമയത്ത് ഇതേ മാതൃക തന്നെ പിന്തുടരുന്നത്. കാര്യം ഡീഫേക്ക് വീഡിയോസിൽ വിശ്വാസം സൃഷ്ടിച്ചാൽ അത് ഈ ഡാമേജ് ഉണ്ടായതിനു ശേഷം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അങ്ങനെ ഒരു വീഡിയോ വന്നു, ഡീഫേക്ക് വീഡിയോ. ഞാൻ യാദർശമായിട്ട് പറഞ്ഞൊരു കാര്യമാണെങ്കിൽ ഇതുപോലെ വീഡിയോ വരാൻ സാധ്യത ഇലക്ഷൻ ക്യാമ്പയിൻ സമയത്തൊക്കെ ഒന്ന് ഇറക്കി വിട്ടു, ഒരു ഗ്രൂപ്പിലേക്ക് ഇറക്കി വിട്ടാൽ മതി, അത് വൈറലായിക്കോളും. ആ വൈറലായി വീഡിയോ കഴിഞ്ഞാൽ ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു. ഡാമേജ് സംഭവിച്ച് പിന്നീട് പോലീസ് കേസ് എടുക്കുക പിന്നത്തെ കാര്യമാണ്. പക്ഷേ ആ ഇമ്പാക്റ്റ് ഇലക്ഷൻ ദിവസമാണെങ്കിലോ ആ ഇമ്പാക്റ്റ് അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. അപ്പോൾ ഇത്തരം ഡീഫേക്ക് വീഡിയോസിനെ കുറിച്ച് ജാഗ്രത പുലർത്താനും അതിനെ വലിയ പ്രൊമോട്ട് പറയുമ്പോഴേ ഞാനൊരു കാര്യം ചോദിച്ചത്, ഇപ്പം നമ്മൾ ഈ AI ജനറേറ്റഡ് ആയിട്ടുള്ള ഡീപ്പ് ഫേക്ക് വീഡിയോസിനെ കുറിച്ച് അത് അത്രത്തോളം വ്യാപകമായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. അതായത് അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതേസമയം നമ്മൾ ടെക്സ്റ്റിൻ്റെ കാര്യത്തിലും മറ്റ് ഇൻഫർമേഷൻ്റെ കാര്യത്തിലും ഫേക്കോ അല്ലെങ്കിൽ പകുതി സത്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ തീർത്തും നുണയായിട്ടുള്ളതോ ആയിട്ടുള്ള വിവരങ്ങൾ വാട്സപ്പ് സർവകലാശാല വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ ഡിവിഡൻഡ് വലിയ തോതിൽ എടുക്കുന്ന കാഴ്ച നമ്മൾ ധാരാളമായിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞൊരു 10 വർഷത്തിനിടെ.
ഏത് വ്യാജവും വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ടെക്സ്റ്റ് വൈസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ അപകടം അവിടെ നിൽക്കെ ഈ എഴുത്തിനേക്കാളോ ചിത്രത്തെക്കാളോ 10 മടങ്ങ് ശക്തമാണ് വിഷ്വൽ എന്ന് പറയുന്നത്. ഇത് പെട്ടെന്ന് വിശ്വസിക്കാൻ സാധ്യത കൂടുതലുള്ളതുമാണ്. അപ്പോൾ ഈ അപകടം ഇത് ഇത്രയും വലിയ അപകടം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 2 പോസിബിലിറ്റി ഞാൻ പറയുന്നത്. ഒന്ന്, ഈ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇത് നമുക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം, അതിന് മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് ഇത് ഫ്രീ ഫോർ ഓൾ ആയിട്ട് ഉപയോഗിച്ച് എന്തും ഡീപ്പ് ഫേക്കായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാക്കുക. ഈ 2 ഓപ്ഷനാണ് ഉള്ളത്. ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ സൈബർ ലിറ്ററസിയെ ബന്ധപ്പെട്ട കാര്യം, സൈബർ സാക്ഷരത അല്ലെങ്കിൽ പുതിയ ബന്ധപ്പെട്ട സാക്ഷരത തീർച്ചയായിട്ടും ആൾക്കാർക്ക് കൊടുക്കാൻ ബാധ്യതയുണ്ട്. അത് ഗവൺമെൻറ് തന്നെ ഉത്തരവാദിത്തോടുകൂടി പല സ്കൂൾ പാഠപുസ്തകത്തിലാണെങ്കിലും മറ്റു രീതിയിലൊക്കെ കരിക്കുലർ ഇൻ്റർവെൻഷനോടെയാണെങ്കിലും ഒരു വലിയ തോതിലുള്ള പ്രചരണം, ഒരു ബോധവൽക്കരണം ആവശ്യമുണ്ട്. അത് സംശയരഹിതമായിട്ടുള്ള കാര്യമാണ്. അത് ഡീഫേക്കിനെ കുറിച്ച് ഇനി അത് ചർച്ച ചെയ്യേണ്ടത് വലിയ ആവശ്യമുണ്ട്. കാര്യം ഒരു സാങ്കേതിക വിദഗ്ധരുടെ മേഖല മാത്രം നിൽക്കേണ്ട ചർച്ചയല്ല. കാര്യം ഇതിന് ഇമ്പാക്റ്റ് വലിയ തോതിൽ വന്നു കഴിഞ്ഞു, നമുക്കറിയാം വന്നു കഴിഞ്ഞുള്ളത്. രാജീവ് സൂചിപ്പിച്ചത് ആ പ്രശ്നം ആണ് അതിൻ്റെ അകത്ത് ഏറ്റവും കാര്യം. അത് ടെക്സ്റ്റ് എന്ന തികച്ചും തെറ്റാണ് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നത്. പക്ഷെ അവരത് ആ വായിച്ച ശരിയാണെന്ന് അവർ ബോധ്യപ്പെടാൻ തയ്യാറ് നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയുണ്ട്. നമ്മൾ ആ തെറ്റ് അങ്ങനെയൊരു തരത്തിലാണ് ഈ വാട്സാപ്പ് സർവകലാശാലയിലുള്ള തെറ്റായ വിവരങ്ങൾ, വസ്തുതാവിരുദ്ധമായ വിവരങ്ങൾ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. ആ സർക്കുലേറ്റ് ചെയ്യപ്പെട്ട വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അതിൻ്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു, പലതരത്തിൽ ഇമ്പാക്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞു നമ്മുടെ മുമ്പിൽ. അതിനെ തുടർന്നാണ് വീഡിയോ വരുന്നത്. ഈ വീഡിയോ ഒരു വീഡിയോയുടെ പ്രശ്നം, ഈ സ്റ്റീവ് ഫേക്കിൻ്റെ വീഡിയോയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയൽ എളുപ്പമല്ല. ഇപ്പോൾ ഒബാമ സംസാരിക്കുന്ന വീഡിയോ എവിടെയോ കണ്ടിരുന്നത്. തിരിച്ചറിയാൻ നിങ്ങൾക്ക് പറ്റില്ലത്, അത് എളുപ്പമല്ല. കാര്യം അത്ര സാങ്കേതിക പരിജ്ഞാനമുള്ളവരും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സ്ഥിതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പോസ്റ്റ് ട്രൂത്ത് വിളിക്കുന്നത്. നമ്മുടെ സ്ഥലം ഒന്നുകിൽ ഇത് പൂർണ്ണമായി വിശ്വസിക്കുക, അല്ലെങ്കിൽ എല്ലാത്തോടും അവിശ്വാസം രേഖപ്പെടുത്തുക. വെച്ചാൽ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ ഇല്ലാത്ത അവസ്ഥ, ഒരു ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, ക്രെഡിബിലിറ്റി എല്ലാം സംശയത്തിന് വിധേയമാവും. എന്ത് കണ്ടാലും ഇത് ഡീപ്പാണോ ഡീഫേക്കാണോ അല്ലയോ അതാണ് അവസ്ഥയിലാണ്. അതുകൊണ്ട് ഇത് വിശ്വസിക്കാനും പറ്റില്ല. എന്താ ഒന്നുമില്ല പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, അല്ലെങ്കിൽ തീർത്തും വിശ്വാസമില്ല. അപ്പോൾ നമ്മുടെ ആ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സമൂഹത്തിന് ഇത് മാറ്റപ്പെട്ടു. ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇത്ര ആൾക്കാർ ചെയ്യുന്ന ട്രസ്റ്റ് എന്ന് പരസ്പര ട്രസ്റ്റ്, ആ ട്രൂത്ത്, ആ അംശം പരിപൂർണ്ണമായിട്ടില്ലാതെ കാര്യം എല്ലാം സംശയത്തിന് വിധേയമാണെന്നുള്ളത്. ഇത് സ്കെപ്റ്റിസം അല്ല, നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു സംശയാത്മകമായിട്ട് നമ്മൾ കാണുക, അല്ലെങ്കിൽ ഡൗട്ടിങ് തോമസ് എന്ന് പറയുന്നത് അതുപോലെ സംഭവമല്ല ഇത് അങ്ങനെ ഡൗട്ട് ചെയ്യരുതല്ല. ഇത് വിശ്വസിക്കുക, അല്ലെങ്കിൽ പൂർണ്ണം ഒന്നും വിശ്വസിക്കാതിരിക്കുക, എല്ലാ സംശയത്തോട് കാണുക. അപ്പോൾ നമ്മൾ ഏത് വിഷ്വലും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഒരു സമൂഹം നിലനിൽക്കില്ല. ആ സമൂഹം അസ്ഥിരപ്പെട്ടും ശീലീകരിക്കുക സമൂഹം. കാര്യം പരസ്പര വിശ്വാസത്തിൻ്റെ സമൂഹം എന്ന് പറഞ്ഞാൽ ഈ 9/11 ശേഷം അമേരിക്കൻ സമൂഹത്തിലുള്ള പോലെ അങ്ങേരെ സർവൈലൻസ് അവിടെ സൃഷ്ടിച്ചത് പരസ്പര വിശ്വാസ സമൂഹത്തിലേക്കാണ് പോയത്. അങ്ങനെ പല വ്യക്തികൾക്ക് അയൽക്കാർ പോലും വിശ്വാസമില്ല, അയൽക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ അത്തരം സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ശിഥിലീകരിക്കുക സമൂഹം. ആത്യന്തികമായ അത്ര ശിഥിലീകരണത്തിലേക്കാണ് പോകുന്നതെങ്കിൽ അറിയില്ല, നമുക്ക് ടെക്നോളജിയൊക്കെ ഇവിടെ കൊണ്ടെത്തിക്കുക. പക്ഷേ ഡീഫേക്കിന് അങ്ങനെ പൊട്ടൻഷ്യലുണ്ട്. ഒരിക്കലും മനസ്സിലാത്ത വിധത്തിൽ ഡീഫേക്ക് പ്രചരിക്കാൻ സാധിക്കും. ഒരിക്കലും ഇപ്പോൾ ഞാൻ പറയും, നമ്മൾ വിചാരിക്കാവുന്ന കാര്യം ഇപ്പോൾ സ്റ്റിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ക്യാബിനറ്റ് മീറ്റിംഗ്, ഞാൻ ഒരു ഉദാഹരണം പറയാം. ക്യാബിനറ്റിൻ്റെ മീറ്റിംഗ് ഏതെങ്കിലും വിഷ്വൽ, ഇപ്പോൾ ഏഷ്യനെറ്റിൻ്റെയോ കൈരളിയുടെയോ ഒക്കെ ഏതെങ്കിലും വിഷ്വൽ ഉണ്ടായിരിക്കും. അത് ഉപയോഗിച്ച് സ്റ്റിംഗ് പോലെ സാധനമൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാവില്ല ഈ വിദഗ്ധർക്ക്. ഡീഫേക്ക് വീഡിയോ അതെന്തെങ്കിലും പ്രചരിപ്പിച്ചാൽ താൽക്കാലികമായി, ഞാൻ പറഞ്ഞു, അതിൻ്റെ ഇമ്പാക്റ്റ് അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞില്ലേ, ആ ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെയാണ് നമ്മൾ ആ ഇമ്പാക്റ്റിനെ പുറത്ത് അന്വേഷണവും നിഷേധിക്കലും പോലീസ് കേസും മറ്റു നടപടികളൊക്കെ വരുന്നത്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് ഒരു വലിയ അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ ഫസ്റ്റ് സർവേ ചെയ്യുന്നതിന് കിട്ടുന്ന വിശ്വാസ്യത അതിൻ്റെ നിഷേധത്തിന് പലപ്പോഴും കിട്ടാറില്ല. അതൊരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും നമ്മൾ എത്രയോ സംഭവം കണ്ടിട്ടുണ്ട്. ആദ്യം അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിഷേധിച്ചാലും കുറേ പേരെങ്കിലും, ഒരുപക്ഷെ പല ആൾക്കാരും നിഷേധം കാണും, ചില ആൾക്കാർ അത് എന്തൊക്കെയോ ഉണ്ടെന്ന് പറയും. അപ്പോൾ നിഷേധവും ഇതെല്ലാം ചേർത്ത് ഒരു പ്രത്യേക പരുവത്തിലായി എടുക്കുക. സത്യത്തിൽ വസ്തുതാവിരുദ്ധമായിരിക്കും. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും കേരളത്തിൻ്റെ ഒരു അവസ്ഥ? കേരളത്തിനല്ല, ഒരു ലോകാവസ്ഥ. അപ്പോൾ ലോകത്തിൽ ഈ ഡീഫേക്കിൻ്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്, അതിഭീകരമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ലേറ്റിമൈസ് ചെയ്യാതിരിക്കുകയാണ് CPM പോലൊരു രാഷ്ട്രീയ പാർട്ടി. CPM അല്ല, ഉത്തരവാദിത്തപ്പെട്ട, അത് CPM കോൺഗ്രസ് എന്ന് വെറുതെ ഇരിക്കേണ്ട, ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി, അതായത് ഈ സത്യത്തിലും നീതിയിലൊക്കെ ഏത് തരത്തിൽ വിശ്വാസം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, സമൂഹം അസ്ഥിരപ്പെടണമെന്ന് വിചാരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അവർ ഈ ഡീഫേക്കിനെ കുറിച്ച് പ്രചരണവും അത്തരം പ്രചരണായുധങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതായിരിക്കും അഭികാമികമായ കാര്യം. അവിടെ ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോൾ CPM സംബന്ധിച്ച് ഞാൻ പർട്ടിക്കുലറായിട്ട് ഇപ്പം നയനാരുടെ വീഡിയോ ആണല്ലോ ഇപ്പോൾ, അത് അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് AI ജനറേറ്റഡ് വീഡിയോ ആണ് എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് അത് പ്രചരിപ്പിക്കുന്നത്. അത് തയ്യാറാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഈ മാധ്യമങ്ങളുടെ സമീപനത്തെ വളരെ ഗൗരവത്തോടുകൂടി വിശകലനം ചെയ്യുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന പാർട്ടിയാണ് CPM. ഓരോ ടൂളിനെയും അവരങ്ങനെ
വിശകലന ബുദ്ധിയോടുകൂടി സമീപിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ സിനിമയാണെങ്കിലും കൊള്ളാം, അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും കൊള്ളാം, പൊതുമാധ്യമങ്ങളാണെങ്കിലും കൊള്ളാം, സോഷ്യൽ മീഡിയ ആണെങ്കിലും കൊള്ളാം, ഒക്കെ അങ്ങനെ സമീപിക്കുകയാണ്. അങ്ങനെ സമീപിക്കുന്ന ഒരു സംവിധാനത്തിന്, അങ്ങനെ സമീപിക്കുന്ന ഒരു സിസ്റ്റത്തിന്, ആ സിസ്റ്റം നമ്മളിങ്ങനൊരു വീഡിയോ ഉപയോഗിക്കണം എന്ന് ആലോചിക്കുമ്പോൾ ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ബാധ്യത കൂടിയില്ല. ഇത് ഡീപ്പ് ഫേക്ക് ആണ് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിന് നെഗറ്റീവായിട്ടുള്ളൊരു ഫലം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഇത് ചെയ്തുകൊണ്ട് വരാൻ ആളുകൾ പുറത്തുണ്ട്. അവരുപയോഗിക്കുമ്പോൾ നമുക്കിതിനെ ചെറുക്കാൻ സാധിക്കില്ല. ഈ ഒരു തിരിച്ചറിവ് ആവശ്യമില്ല. ഈ തിരിച്ചറിവ് ആവശ്യം, പക്ഷേ അത്രയൊന്നും ആലോചിക്കേണ്ട കാര്യം. ഞാൻ വീണ്ടും ഒരു ഈ AI ബന്ധപ്പെട്ട് ഡീപ്പ് ഫേക്കിൻ്റെ ഒരു കാലത്ത് ഇതുപോലെ പലതരം ഗോഡ് ഫാദർ സിനിമ, അത് മോഹൻലാൽ അഭിനയിച്ച് മമ്മൂട്ടി അഭിനയിച്ചൊക്കെ നമ്മൾ എൽപാച്ചിനുള്ള റോള് നമുക്കറിയാം. അപ്പോൾ ഇത്തരം ഒരു കൗതുകം ഇപ്പോൾ ഈ പാർട്ടി ഇതിലേക്ക് ഒരു ആകർഷിക്കാനായിട്ട് പഴയതിനുമ്പോൾ അത് ഉപയോഗിച്ചായിരിക്കും. പക്ഷേ അത്രയും ഡീപ്പ് തോട്ടയിൽ പോയിട്ടില്ല. ഡീപ്പ് ഫേക്കിനെ കുറിച്ച് ഡീപ്പ് തോട്ട് പോയില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടെന്ന് ഇനി, പക്ഷേ ആ ഒരു ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കണം ഇനി ആലോചിക്കാൻ. ഇവിടെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്ര പറഞ്ഞാലും നമ്മൾ എത്ര പറഞ്ഞാലും ഇത്ര ഈ AI ജനറേറ്റഡ് അടിയിൽ എഴുതുന്ന രാജീവ് പറഞ്ഞല്ലോ, അത് ശരിയാണ്. പക്ഷേ എത്ര കേരളത്തിലെ ആൾക്കാർക്ക് AI ജനറേറ്റഡ് വീഡിയോ ആണെന്ന് അത് ആ ടാഗ് വായിച്ചാൽ മനസ്സിലാവും. രാജീവിനും എനിക്കും അതുപോലെ ഒരാൾ മനസ്സിലാവും. അതെന്തുകൊണ്ടാണ് നമ്മൾ വേറൊരു സെഗ്മെന്റ് ജീവിക്കുന്നതുകൊണ്ട് വലിയ ആരോഗ്യത്തിന് ഹാനികളെന്ന് താഴെ എഴുതി കാണിക്കുന്ന ആ എഫക്റ്റ് പോലും ഉണ്ടാക്കില്ല ഒരു കാര്യം. ആൾക്കാർക്ക് അറിയണമെന്നില്ല. ഇപ്പോൾ വളരെ സർവ്വസാധാരണമായിട്ടുള്ള ആൾക്കാർ കാര്യം ഈ പാർട്ടി അണികളും പാർട്ടി അനുഭവികളും ഒരുപാട് പേരുണ്ട്, പലതരത്തിൽ പല മേഖല വരുന്നത്. അവർക്ക് എന്താ AI ജനറേറ്റഡ് വീഡിയോ അവരതിൻ്റെ അകത്ത് ഏതൊരു ട്രൂത്ത് കാണും. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ട് നയനാർ നമുക്ക് മരിച്ചുപോയ ഒരു പഴയ മുഖ്യമന്ത്രിയാണ് നമുക്ക് അറിയുന്നതുകൊണ്ടും അങ്ങനെ നമ്മുടെ ധാരണകളുകൊണ്ടും ഇത് ആൾക്കാർക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ റിയൽ ലൈഫ് സാധനം ഡീഫേക്ക് ചെയ്യാൻ പറ്റും. റിയൽ ലൈഫ് സാധനം ഡീഫേക്ക് ചെയ്യാൻ പറ്റും. ആ ഡീഫേക്കിലാണ് പെടാൻ പോകുന്നത്. അതിഭീകരമായിട്ട് പ്രചരണവുമായിട്ടും. എന്തായാലും നമ്മൾ 2026 തെരഞ്ഞെടുപ്പിൽ, നിയമസഭ തെരഞ്ഞെടുപ്പ്, കേരളം മാത്രമല്ല വെസ്റ്റ് ബംഗാളിലെല്ലാം തന്നെ, വെസ്റ്റ് ബംഗാൾ ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ BJP കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇവരിൽ കണ്ടമാനം ആയുധമുണ്ട്. IT ആയുധമൊക്കെ ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന പാർട്ടിയാണ് BJP. അവർ ഇതൊക്കെ ഉപയോഗിക്കാനുള്ള സകല സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഡീഫേക്ക് ഓൾഡ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ BJP വൻ വിജയം നടത്തി. 2014 തെരഞ്ഞെടുപ്പ് ലോക്സഭ തെരഞ്ഞെടുപ്പ് BJPയുടെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സാധനം സോഷ്യൽ മീഡിയയാണ്. അവരെല്ലാം ശക്തം വഹിച്ചു. അപ്പോൾ സൈബർ മേഖല അവരുടെ ആധിപത്യം സ്ഥാപിച്ചു. അവർ ഓരോ ഘട്ടത്തിൽ ഈ ടെക്നോളജി ഉണ്ടാകുന്ന എല്ലാ പുതിയ മുന്നേറ്റങ്ങളിലും BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഇതര രാഷ്ട്രീയ പാർട്ടിയെക്കാളും സ്വാധീനം ഉറപ്പിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ, അതുപോലെ അങ്ങനെയുള്ള എല്ലാം മീഡിയ ക്യാമ്പയിനുകൾ, വീഡിയോ ക്യാമ്പയിനുകൾ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചു. ഇതിനൊരു ഡീഫേക്കിലേക്ക് വരും. ഡീഫേക്ക് നല്ല ഉപാധിയായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ, കാര്യം അതിന് ഐഡിയോളജിക്കലും അത്തരം കാര്യങ്ങൾ പറയാൻ ഒരു തടസ്സമുള്ള രാഷ്ട്രീയ പാർട്ടി അങ്ങനത്തെ ഒരു തടസ്സം BJP സംബന്ധിച്ചുള്ള അങ്ങനെയില്ല. കാര്യം അത്തരം രാഷ്ട്രീയ ഇത് മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ലാത്ത കാലത്ത് തന്നെ ഡീഫേക്ക് ഉപയോഗിച്ച പാർട്ടിയാണ് BJP. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് ഫേക്കും അതിൻ്റെ ആഴത്തിൽ ഫേക്കായിട്ട് അവതരിപ്പിക്കാൻ പാകത്തിൽ സംവിധാനമുള്ളത്. അതെ, അപ്പോൾ അവർക്ക് ഐഡിയോളജിക്കൽ പ്രശ്നം ഉണ്ടാവില്ല. മാത്രമല്ല BJPയുടെ ഒരു സവിശേഷത ഉണ്ടെങ്കിൽ CPM എന്ത് ചെറിയൊരു സംഭവിച്ചാലും അത് സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. പ്രത്യേകിച്ച് കേരളം പോലെ സമൂഹത്തിലാണ് CPMൻ്റെ അതിന് കേരളം അത്രയും സ്ക്രൂട്ടനൈസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ആദ്യം എന്തെങ്കിലും CPM നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പോലും അവരുടെ വീഡിയോ വന്നതുകൊണ്ട് മാത്രമാണ്. ഒരു ചെറിയ വീഡിയോ ഇറക്കിയതിൻ്റെ പേരിലാണ് ഇത്രയും സംസാരം ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങേറ്റ സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. പക്ഷേ അങ്ങനെ സ്ക്രൂട്ടിനിക്ക് വിധേയമാണെന്ന് തോന്നുന്നില്ല BJPയെ സംബന്ധിച്ചിടത്തോളം. മാത്രം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയുന്ന പോലെ അവർക്ക് ഈ ഹൈഡ്ര ഓർഗനൈസേഷൻ പല ഓർഗനൈസേഷൻസ് ഉണ്ട് ഡീഫേക്കറാണ്. BJP ഔദ്യോഗികമായിട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ അവർ നിഷേധിക്കാനും പറ്റും. BJP എപ്പോഴും ഉപയോഗിക്കുന്നൊരു തന്ത്രതാണ്. ഞങ്ങളല്ല, CPMനോ കോൺഗ്രസിനോ അതൊന്നും സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു വലിയ തോതിലുള്ള പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ഡീഫേക്ക് എന്നുള്ള അപകടകരമായിട്ടുള്ള ടെക്നോളജിയാണ്. അത് എന്ത് തരത്തിലും നമ്മളെ പറ്റിക്കാൻ പര്യാപ്തമാണ്. നമ്മളെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കുക. സൈബർ ഫ്രോഡിന് ഉപയോഗിക്കുന്ന സാധനമാണ്. വോയിസും വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് ഓൾറെഡി പല ആൾക്കാരെയും, വളരെ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള സമൂഹത്തിൽ ഉന്നത നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന പല ആൾക്കാരെയും ഓൾറെഡി ചീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഇത് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ അത്തരം ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എത്ര അടിയിൽ AI ജനറേറ്ററിന് എഴുതിയ കാര്യമില്ല. കാര്യം ഇതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. എത്രയോ സർവ്വപാവപ്പെട്ടവരെ വേണമെങ്കിൽ പറ്റിക്കാൻ പറ്റും ഈ നിലയ്ക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ പല ക്യാമ്പയിനുകൾ അയച്ചുവിടാൻ പറ്റും ഇതേ ഇത്തരം റിയൽ ഫേക്ക് വീഡിയോ ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ ഡീഫേക്ക് ഉപയോഗിക്കാൻ മാത്രമല്ല, പഴയതിന് വ്യത്യസ്തമായിട്ട് പണ്ട് ടെക്നോളജി ഒരു സാധനം ഡെവലപ്പ് ചെയ്യാനൊക്കെ അതിൻ്റേതായ ചില ആവാസ വ്യവസ്ഥകളും സാമ്പത്തിക ചെലവുണ്ട്. ഡീഫേക്ക് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാം. ഇതിൽ പ്രാവീണ്യമാണ്. കാര്യം ഇത് നമുക്ക് നമ്മുടെ ഒരുപാട് ചെറുപ്പക്കാർ ഡീഫേക്ക് ടെക്നോളജി ചെയ്യാനായിട്ടുള്ള ആപ്പും എല്ലാം പരിചയസമ്പന്നരായ ആൾക്കാരാണ്. നമ്മുടെ ഇന്നത്തെ ക്യാമ്പസിൽ വരുന്ന നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ടുള്ള ക്യാമ്പസിലേക്ക് കടന്ന് 12ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ പല ആൾക്കാരും ഈ ടെക്നോളജി കൗതുകമുള്ള ആൾക്കാർ, അവർ സയൻറ്റിസ്റ്റുകളോ എഞ്ചിനീയറോ ഒന്നും ആവണമെന്നില്ല. ഞാൻ പറഞ്ഞത് കൗതുകമുള്ള വിദ്യാർത്ഥികൾ അവർ ഇതിൻ്റെ അകത്ത് പോയി ടെക്നോളജി പഠിച്ച് അവർക്ക് ഡീഫേക്ക് ചെയ്യാൻ പറ്റും. അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥിതി. അപ്പോൾ ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയും കൂടിയും മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് പലതരം ആപ്പുകൾ അവൈലബിൾ ആണ്.
നമുക്കറിയാം പോസ്റ്ററൊക്കെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഏറ്റവും എളുപ്പത്തിൽ നിമിഷങ്ങൾ പോസ്റ്റർ ചെയ്യാൻ, മറ്റേ ഈ പ്രസന്റേഷൻസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ഉപയോഗിക്കണമല്ലോ. കാര്യം എങ്ങനെ ഇത്ര അങ്ങനെ ഉപയോഗിക്കുന്ന ക്ലാസ്സുകളുണ്ട്. കാരണം യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ഏറ്റവും കൂടുതൽ വീഡിയോസ് തന്നെ എങ്ങനെയായി ഇതിന് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹിക അവസ്ഥയും കൂടി നമുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫേക്ക് ടെക്നോളജി, ഡീപ് ഫേക്ക് എന്നുള്ള അപകടകരമായ ടെക്നോളജിയാണ്. കാര്യം നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ പറ്റിക്കാം. റിയൽ വീഡിയോസിൻ്റെ പുറത്ത്, റിയൽ ടൈം നടക്കുന്ന വീഡിയോസിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഫേക്ക് പലതും കാണിക്കാൻ പറ്റും. പോലീസ് നടപടികളൊക്കെ വരുമ്പോൾ സംശയമില്ല, കാര്യം പലതും ചെയ്യാൻ പറ്റും, സൈബർ നിയമങ്ങളൊക്കെ പ്രൊട്ടക്ട്. പക്ഷേ എവിടെ നിയന്ത്രിക്കണം, ഇത് ഏതൊക്കെ ലെജിറ്റിമസി കൊടുക്കണെ കുറിച്ച് CPM മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആലോചിക്കാൻ ബാധ്യതയുണ്ട്. കാര്യം അതിൻ്റെ നഷ്ടം അത് ഇവർക്ക് തന്നെ വരാൻ പോണത്. ഈ ഡീഫേക്ക് വീഡിയോൻ്റെ പ്രചരണം വ്യാപകമാകുന്നുള്ളൂ. കേരളം ഒരു ചെറിയ സ്ഥലത്ത് CPMന് നിലനിൽക്കുക, പക്ഷേ വ്യാപകമായി നോക്കുമ്പോൾ ഡീഫേക്കിൻ്റെ പ്രത്യാഘാതം നേരിടാൻ പോകുന്നത് ഈ പ്രതിപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ വ്യത്യസ്തമായ സ്വഭാവം പുലർത്താൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായിരിക്കും. അതായത് മറ്റ് സാമൂഹ്യനീതിയുടെയും സാമ്പത്തിക നീതിയുടെയൊക്കെ രാഷ്ട്രീയം പറയുന്നവരായിരിക്കും അതിനൊക്കെ ദുർബലപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെ അധികം ലെജിറ്റിമൈസ് ചെയ്യാൻ പോകുന്നതിനേക്കാളും വളരെ സംശയാസ്പദമായ രീതിയിൽ ക്രിട്ടിക്കലായിട്ടിനെ കുറിച്ച് പറയുകയും അത് വീണ്ടും അവർ പറയാം ന്യായീകരണം ജനറേറ്റഡ്. ഈ ജനറേറ്റർ ഒന്നും മനസ്സിലാവില്ല ആർക്കും. വലിയൊരാൾക്ക് ഉപയോഗം എന്ത് ജനറേറ്റഡ് ആരും മനസ്സിലാക്കുന്നു, ഇത് അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ എളുപ്പത്തിൽ പറ്റിക്കാൻ ഇതേ സാധനം ഉപയോഗിക്കും. അവസാനം ന്യായീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും. നിങ്ങൾ ഉപയോഗിച്ച സാധനം വേറെ ആൾക്കാർ ഉപയോഗിക്കുന്നു. ഈ ഒരു യാഥാർത്ഥ്യത്തിൽ ബോധത്തോടെ വേണം ഇതിൻ്റെ എന്തായാലും പ്രചരണമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. കാര്യം തുടക്കമാണ് EK നായരുടെ വീഡിയോ വന്നത്, അതിൻ്റെ തുടക്കമാണ്. കാര്യം 2026 ഒരുപാട് പഴയ നേതാക്കൾ ഈ PMS ഒക്കെ സംസാരിക്കുന്ന പോലെ ഇപ്പുറത്ത് കോൺഗ്രസ്സുകാരും എല്ലാവരും ചെയ്യുകയാണ്. കാര്യം പ്രചരണായുധമായിട്ട് വരും. കാര്യം ഒരു കൗതുകം ഉണർത്താൻ ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ട സാധനമാണ്. ആ നിലയിൽ പക്ഷെ ഉപയോഗിക്കുമ്പോഴും അതിൻ്റെ പ്രത്യാഘാതം ഈ നിലയ്ക്ക് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി അതിനോട് എന്ത് തരം സമീപനം എടുക്കണമെന്നും അതിനെവിടെ നിലനിർത്തണം, എവിടെ നിയന്ത്രിക്കണമെന്നും എന്നൊരു സമീപനം ഇല്ലെങ്കിൽ ഇത് അടിസ്ഥാന ഒരു സമൂഹത്തെയാണ് ബാധിക്കുന്നത്. സാമൂഹിക ക്രമം തന്നെ, അതായത് നമ്മുടെ സാമൂഹികമായിട്ടൊരു സ്ഥിതിവിശേഷം, സാമൂഹിക സ്ഥിതി ഒരു അസ്ഥിരപ്പെടും. ബാങ്കിങ്ങിന് ഉപയോഗിക്കാം, ബാങ്കിങ് തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കാം, പലതരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. കാര്യം പുതിയതനുസരിച്ച് ടെക്സ്റ്റിനെക്കാട്ടിലും രാജീവ് പറഞ്ഞ വീഡിയോ ആണ് പവർഫുൾ. മാത്രമല്ല ഓറൽ കമ്മ്യൂണിക്കേഷൻ പ്രധാനപ്പെട്ട സംഭവമായി മാറിക്കഴിഞ്ഞു. വീഡിയോ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഇപ്പോൾ നോക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്ന പക്ഷേ ടെക്സ്റ്റ് അയച്ചാൽ വളരെ കുറച്ച് ആൾക്കാരെ വായിക്കൂ. അതെ, വീഡിയോ തന്നെയാണ്, വീഡിയോ പ്ലാറ്റ്ഫോമാണ് വ്യാപകമായിട്ട് ആൾക്കാർ കാണുന്നതും സ്വീകരിക്കുന്നതും. വീഡിയോയ്ക്ക് അപ്രമാദിത്വം ഈ നവമാധ്യമ ഇക്കോസിസ്റ്റത്തിലുണ്ട്. ആ നവമാധ്യമ ഇക്കോസിസ്റ്റം ഇത്രയും പ്രാമാണ്യമുള്ള വീഡിയോന്, കാര്യം വീഡിയോ ആണ്, ആ വീഡിയോയിൽ ഡീഫേക്ക് കൂടി വരുന്ന സ്ഥിതിക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത് തന്നെ കാണാം. ഇപ്പോൾ എന്തിനും പത്രങ്ങളിലൊക്കെ തന്നെ കാണാൻ വീഡിയോ ഇപ്പോൾ ജനറേറ്റ് ഇമേജാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എല്ലാ പത്രങ്ങളും ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ മാതൃഭൂമി എടുത്താലും മനോരമ എടുത്താലും കാണാൻ പറ്റുന്നത് ചില ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണ്, ഇപ്പോൾ ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് കൊടുക്കുന്ന പിക്ചർ എന്ന് പറഞ്ഞാൽ അടിയിൽ കാണാം ജനറേറ്റഡ്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ വന്നു കഴിഞ്ഞു. എത്രയോ ജനറേറ്റഡ് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമുക്ക് റിയലായി തോന്നുന്ന എത്രയോ ജനറേറ്റഡ് വിഷ്വൽസ് അവൈലബിൾ ആണ്. നമുക്കറിയില്ല ഇത് എങ്ങനെയാണിത് യാഥാർത്ഥ്യമാണെന്നുള്ളത്. പലതരത്തിലുള്ള, അതായത് അശ്ലീല വീഡിയോ മുതൽ പോലും വളരെ ഈ നിലയ്ക്ക് ജനറേറ്റഡ് വീഡിയോസാണ് വരുന്നത്. അത്രയും പെർഫെക്ഷനോടെ അവർ ചെയ്യുന്നത്. അങ്ങനെ അവൈലബിളായ സ്ഥിതിക്ക് ഇത് എങ്ങനെയാണ് രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പോകുന്നത്, സാമൂഹിക ആവശ്യങ്ങൾ ഉപയോഗിക്കണം, ആൾക്കാരെ പറ്റിക്കാൻ ഉപയോഗിക്കാൻ പോകുന്നുള്ളത് നമുക്കല്ല. കാര്യം അത്ര വൈദഗ്ധ്യം അവൈലബിളാണ്. വൈദഗ്ധ്യം അവൈലബിളാണ്, മാത്രമല്ല ചീപ്പായിട്ട് അവൈലബിളാണ്. ഇതിന് വലിയ സാങ്കേതിക പരിജ്ഞാനം, അതുപോലെ തന്നെ അതിനുവേണ്ടിയുള്ള സിസ്റ്റം, ഇപ്പോൾ നിങ്ങൾ വലിയ ടെക്നോളജി സ്ഥാപനത്തിലും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. എളുപ്പത്തിൽ വീട്ടിനകത്ത് ചെയ്യാവുന്ന കാര്യം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിയില്ല. ഇതിനെ കുറിച്ച് ക്രിട്ടിക്കൽ സമയമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏതാണെങ്കിലും ഇതിനെക്കുറിച്ച് ക്രിട്ടിക്കലാവാൻ ബാധ്യതപ്പെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. റൈറ്റ്. എന്തായാലും CPIM സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് EK നായനാർ സംസാരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയൊരു വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ അത് ഡീഫേക്കാണ് എന്ന് സ്വയം മനസ്സിലാക്കുകയും ഇതുണ്ടാക്കുന്ന അപകടം എന്താണ് എന്ന് അറിയുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടെ ആ രാഷ്ട്രീയ സംവിധാനത്തിനുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. അത് ആ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇതിപ്പോൾ CPIM ഇങ്ങനൊരു പ്രചരണ വീഡിയോ തയ്യാറാക്കിയതുകൊണ്ട് ഇത് CPIMൻ്റെ കാര്യമായി ചർച്ചയ്ക്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇത് എല്ലാ രാഷ്ട്രീയ സംവിധാനങ്ങൾക്കും ബാധകമാണ്. വ്യാജങ്ങളോ അർത്ഥസത്യങ്ങളോ നുണകളോ പ്രചരിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത രാഷ്ട്രീയ സംവിധാനത്തിനൊഴിച്ച്, ഒരു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ സംവിധാനം ഇന്ന് രാജ്യം ഭരിക്കുന്നുണ്ട്. ആ സംവിധാനം ഒഴിച്ച് ബാക്കി രാഷ്ട്രീയ സംവിധാനങ്ങൾക്കൊക്കെ ഇത് ബാധകമാണ്. എന്തിന് നമ്മൾ ഈ ഡീപ്പ് ഫേക്കിനെ ലെജിറ്റിമൈസ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആ സിസ്റ്റങ്ങളൊക്കെ, ആ രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. രാഷ്ട്രീയ സംവിധാനങ്ങൾ മാത്രമല്ല, സമൂഹവും പൊതുവിൽ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെ നമ്മൾ കാണണം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.